ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരൂസ് എഡു ടിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ആദ്യമായി ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആഘോഷിക്കുന്നു. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആഘോഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലൂർ, കണ്ണമ്മൂല, തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലൂർ, കണ്ണമ്മൂല, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഉള്ളൂർക്കോട് വീട്. ചട്ടമ്പി സ്വാമിയുടെ വീട്ടുപേര് ഉള്ളൂർക്കോട് വീട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാല്യകാല നാമം കുഞ്ഞമ്പിള്ള. ചട്ടമ്പി സ്വാമിയുടെ ബാല്യകാല നാമം കുഞ്ഞമ്പിള്ള. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വാസുദേവ ശർമ്മ, അമ്മയുടെ പേര് നങ്ങേമപ്പിള്ള. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ചട്ടമ്പി സ്വാമിയുടെ സമാധിയായ വർഷം 1924 മെയ് 5. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് 1853 ഓഗസ്റ്റ് 25. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആഘോഷിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ജന്മസ്ഥലം കൊല്ലൂർ, കണ്ണമ്മൂല, തിരുവനന്തപുരം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലൂർ, കണ്ണമ്മൂല, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഉള്ളൂർക്കോട് വീട്. ചട്ടമ്പി സ്വാമിയുടെ ജന്മഗൃഹം ഉള്ളൂർക്കോട് വീട്. യഥാർത്ഥ നാമം അയ്യപ്പൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ബാല്യകാല നാമം കുഞ്ഞമ്പിള്ള, അതും ചോദിച്ചിട്ടുള്ളതാണ്. അച്ഛൻ്റെ പേര് വാസുദേവ ശർമ്മ, അമ്മ നങ്ങേമപ്പിള്ള. സമാധിയായ വർഷം 1924 മെയ് 5. അടുത്തതായി പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ ആര്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളാണ് പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ. അതുപോലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ജോലി ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാര്? ചട്ടമ്പി സ്വാമികൾ. അതുപോലെ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കൾ, ആദ്യ ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ചട്ടമ്പി സ്വാമിയുടെ ആദ്യ ഗുരു. ഈ പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ കുട്ടികളെ നിയന്ത്രിക്കുന്നതും അവരുടെ ലീഡറായും ഈ കുഞ്ഞമ്പിള്ളയെ നിയോഗിച്ചു. അങ്ങനെയാണ് ചട്ടമ്പി സ്വാമിക്ക് ചട്ടമ്പി എന്ന പേര് കിട്ടുന്നത്. കുട്ടികളെ നിയന്ത്രിക്കാനും ചട്ടങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ നിയോഗിച്ചതുകൊണ്ടാണ് ചട്ടമ്പി എന്ന പേര് ലഭിക്കുന്നത്. അതുപോലെ ചട്ടമ്പി സ്വാമികളെ വേദോപനിഷത്തും യോഗവിദ്യയും ഒക്കെ അഭ്യസിപ്പിച്ച ഗുരുവാണ് സുബ്ബജടാപാടികൾ. സുബ്ബജടാപാടികളാണ് ചട്ടമ്പി സ്വാമികളെ വേദോപനിഷത്തുകൾ, സംസ്കൃതം, യോഗവിദ്യ എന്നിവയൊക്കെ അഭ്യസിപ്പിച്ചത്. അതുപോലെ ഹഠയോഗ വിദ്യ, ചട്ടമ്പി സ്വാമിയെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാടയ്യയാണ്. നമ്മൾ പഠിച്ചു. തൈക്കാടയ്യയുടെ മറ്റ് ശിഷ്യരാണ് അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി. ഈ 3 ശിഷ്യന്മാർ തൈക്കാടയ്യയുടെ ശിഷ്യന്മാരാണ്. അതുപോലെ തമിഴ് വ്യാകരണവും തമിഴ് വേദാന്തവും ചട്ടമ്പി സ്വാമികളെ അഭ്യസിപ്പിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. സ്വാമിനാഥ ദേശികരാണ് ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്തവും തമിഴ് വ്യാകരണവും അഭ്യസിപ്പിച്ചത്. അതുപോലെ ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലം പന്മന, കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ സമാധി സ്ഥലത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം അറിയപ്പെടുന്നത് ബാലഭട്ടാരക ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അത് പന്മനയിലാണ്. ചട്ടമ്പി സ്വാമിയുടെ ആദ്യ ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമിയുടെ ആദ്യ ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. അദ്ദേഹത്തിനെ വേദോപനിഷത്ത്, സംസ്കൃതം, യോഗവിദ്യ ഇവയൊക്കെ അഭ്യസിപ്പിച്ച ഗുരുവാണ് സുബ്ബജടാപാടികൾ. സുബ്ബജടാപാടികളാണ് വേദോപനിഷത്ത്, സംസ്കൃതം, യോഗവിദ്യ ഇതൊക്കെ അഭ്യസിപ്പിച്ചത്. ഹഠയോഗവിദ്യ അഭ്യസിപ്പിച്ച ഗുരുവാണ് തൈക്കാടയ്യ. തൈക്കാടയ്യയാണ് ഹഠയോഗവിദ്യ അഭ്യസിപ്പിച്ചത്. തമിഴ് വേദാന്തവും തമിഴ് ശാസ്ത്രവും അഭ്യസിപ്പിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. സ്വാമിനാഥ ദേശികരാണ് തമിഴ് വേദാന്തവും തമിഴ് ശാസ്ത്രവും ഒക്കെ അഭ്യസിപ്പിച്ചത്. അതുപോലെ ചട്ടമ്പി സ്വാമിക്ക് ബോധോദയം
ഉണ്ടായ സ്ഥലമാണ് വടിവീശ്വരം, തമിഴ്നാട്. പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമി. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമി. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മന. കൊല്ലം ജില്ലയിലാണ് പന്മനയിലാണ് സമാധി സ്ഥലം. ഈ പന്മനയ്ക്കടുത്താണ് അദ്ദേഹത്തിന് നിർമ്മിച്ച ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പന്മനയിലാണ്, കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി ചട്ടമ്പിസ്വാമികളെ കുറിച്ചുള്ള വിശേഷണങ്ങൾ നോക്കാം. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, പഠിക്കണം. ആദ്യത്തേത് ഷൺമുഖദാസൻ. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ. ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. ചട്ടമ്പിസ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. അടുത്ത വിശേഷണം സർവവിദ്യാധിരാജ. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമിയാണ്. സർവവിദ്യാധിരാജ എന്ന് വിശേഷിപ്പിച്ചത് എട്ടരയോഗമാണ്. എട്ടരയോഗമാണ് ചട്ടമ്പിസ്വാമിയെ സർവവിദ്യാധിരാജ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തതായി സദ്ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. സദ്ഗുരു എന്നറിയപ്പെടുന്നു. അടുത്തതായി ബാലഭട്ടാരകൻ അല്ലെങ്കിൽ ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നു. ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമിയാണ്. അടുത്തത് കാവി ധരിക്കാത്ത സന്യാസി. കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നു. ചട്ടമ്പിസ്വാമികൾ വെള്ളമുണ്ടാണ് ധരിക്കുന്നത്. കാവി ധരിക്കാത്ത സന്യാസി അല്ലെങ്കിൽ കാഷായമണിയാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമിയാണ്. അടുത്തതായി കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നു. അടുത്തത് സർവജ്ഞനായ ഋഷി, പരിപൂർണ കലാനിധി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമിയാണ്. സർവജ്ഞനായ ഋഷി, പരിപൂർണ കലാനിധി എന്നിങ്ങനെ ചട്ടമ്പിസ്വാമിയെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ വിശേഷിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. ചട്ടമ്പിസ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിശേഷിപ്പിച്ചത്. സർവവിദ്യാധിരാജ എന്ന് വിശേഷിപ്പിച്ചത് എട്ടരയോഗം. സദ്ഗുരു എന്നറിയപ്പെടുന്നു. ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നു. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. സർവജ്ഞനായ ഋഷി, പരിപൂർണ കലാനിധി എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്തതായി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. അതുപോലെ ചട്ടമ്പിസ്വാമിയോടുള്ള ആദരസൂചകമായി ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചട്ടമ്പിസ്വാമിയോടുള്ള ആദരസൂചകമായി ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? നവമഞ്ചരി. പണ്ഡിറ്റ് കറുപ്പൻ ചട്ടമ്പിസ്വാമിയോടുള്ള ആദരസൂചകമായി രചിച്ച ഒരു കൃതിയാണ് സമാധി സപ്തകം. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ്. അതുപോലെ കെ മഹേശ്വരൻ നായർ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും. ടോണി മാത്യു ചട്ടമ്പിസ്വാമികളെ കുറിച്ച് എഴുതിയ കൃതിയാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും. അതുപോലെ ചട്ടമ്പിസ്വാമികളുടെ ഒരു പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. സുഗതകുമാരി ടീച്ചറിന്റെ അച്ഛനാണ് ബോധേശ്വരൻ. ഈ ബോധേശ്വരനാണ് കേരള ഗാനം രചിച്ചത്. 1882 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1882 ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ചട്ടമ്പിസ്വാമിയോടുള്ള ആദരസൂചകമായി ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി. ചട്ടമ്പിസ്വാമിയോടുള്ള ആദരസൂചകമായി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്തകം. കെ മഹേശ്വരൻ നായർ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും. അത് രചിച്ചത് കെ മഹേശ്വരൻ നായരാണ് എഴുതിയത്. ടോണി മാത്യു ചട്ടമ്പിസ്വാമികളെ കുറിച്ച് എഴുതിയ കൃതിയാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും. അതുപോലെ ചട്ടമ്പിസ്വാമിയുടെ ഒരു ശിഷ്യനാണ് ബോധേശ്വരൻ. സുഗതകുമാരി ടീച്ചറിന്റെ അച്ഛനാണ് ബോധേശ്വരൻ. ഇദ്ദേഹമാണ് കേരള ഗാനം രചിച്ചത്. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടുന്നത് 1892 എറണാകുളത്ത് വെച്ചാണ് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ കണ്ടുമുട്ടുന്നത്.
സ്വാമി വിവേകാനന്ദ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞതാണ്, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞത്. ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞ വാക്യങ്ങളാണ്: അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ചട്ടമ്പി സ്വാമികളാണ് വിവേകാനന്ദനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്ര പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമിയാണ്. ഈ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം: വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല, എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന് വാദിക്കുന്ന കൃതിയാണ് വേദാധികാര നിരൂപണം. ഈ വേദാധികാര നിരൂപണത്തെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം എന്ന് വേദാധികാര നിരൂപണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അടുത്തത് പ്രാചീന മലയാളം. ഏറ്റവും വലിയ കൃതിയാണ്, ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. അടുത്തത് മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപ എന്ന കൃതിയെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അടുത്തത് ആദിഭാഷ. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതിയാണ് ആദിഭാഷ. ക്രിസ്തുമത ഛേദനം. ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ എതിർക്കുകയും വാദിക്കുകയും ചെയ്ത കൃതിയാണ്.